SPCL ബോണ്ടിൻ്റെ ഈ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഓർമ്മയുണ്ടല്ലോ, ഓർഡർ ഓഫ് എ റിയാക്ഷൻ, സം ഓഫ് ദ പവേഴ്സ് എന്ന ആ ഒരു ഭാഗം മറക്കരുത്. അത് നമ്മൾ സീറോ ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, ഫ്രാക്ഷണൽ ഓർഡർ, പിന്നെ സ്യൂഡോ ഓർഡർ ഓർമ്മയുണ്ടാവും. അപ്പോൾ അതിനൊക്കെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഓർത്തിരിക്കുക. ഇന്ന് നമ്മൾ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു ആംഗിളിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റോയിയോമെട്രിക് ഇക്വേഷൻ മാത്രം നോക്കിക്കൊണ്ട്, അതായത് തിയറിറ്റിക്കൽ കൺസെപ്റ്റ് മാത്രം വെച്ചുകൊണ്ട് പറയാൻ കഴിയുന്ന ഒന്നല്ല ഓർഡർ എന്ന് മനസ്സിലാക്കി. ഓർഡർ ഈസ് എൻ എക്സ്പെരിമെൻ്റൽ വാല്യൂ എന്ന് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ. ഓർഡർ എക്സ്പെരിമെൻ്റൽ വാല്യൂ ആണ്. പക്ഷേ എക്സ്പെരിമെൻ്റൽ വാല്യൂ അല്ലാത്ത തിയറിറ്റിക്കൽ ആയിട്ടുള്ള, അതായത് നമ്മുടെ കെമിക്കൽ ഇക്വേഷൻ, ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നോക്കിക്കൊണ്ട്, സ്റ്റോയിയോമെട്രിക് എക്സ്പ്രഷൻ നോക്കിക്കൊണ്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഭാഗം നമ്മളിപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന ഈ ക്ലാസ്സിൽ വളരെ നന്നായിട്ട് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ എക്സാമിനേഷന് വരുന്ന ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉണ്ടായിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഏതാണ്ട് 4 മാർക്കോളം 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണിത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിലെ ഓരോ പാർട്ടും വളരെ നന്നായിട്ട് മനസ്സിലാക്കുകയും, അത് ചില ഡെറിവേഷൻസ് ഉണ്ടായിരിക്കും, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ഉണ്ടായിരിക്കും, പിന്നെ പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് നമ്മൾ തൽക്കാലം എന്ന് പറയില്ല, കാരണം അത് പ്രോബ്ലത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഫോമുലയെല്ലാം നമ്മൾ ഡെറൈവ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് പിന്നൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുകയാണ്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് വലിയൊരു വീഡിയോ ആക്കുന്നില്ല, ഒരു മോഡറേറ്റ് ലെവലുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് ശ്രദ്ധിക്കാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ചില പ്രവർത്തനങ്ങൾ, ചില റിയാക്ഷൻസ് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഏതൊക്കെ റിയാക്ഷൻസ് ആണ് വരുന്നത് എന്ന് നോക്കാം. ഓരോന്നായിട്ട് നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യത്തെ ഒരു കുഞ്ഞ് റിയാക്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നത് ഡികമ്പോസിഷൻ ഓഫ് അമോണിയം നൈട്രൈറ്റ് ആണ്. അമോണിയം നൈട്രൈറ്റ് ആണെന്നുള്ളൊരു ഓർമ്മ വേണം. അമോണിയം നൈട്രൈറ്റ്, NH4NO2 ഓൺ ഡികമ്പോസിഷൻ വി ഗെറ്റ് നൈട്രജൻ ആൻഡ് വാട്ടർ. ഇതാണ് ഒന്നാമത്തെ റിയാക്ഷൻ. മറ്റൊരു റിയാക്ഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഓരോ റിയാക്ഷനും ഒന്ന് എഴുതിയെടുക്കണേ. നോട്ട്ബുക്കും പെന്നും വെച്ചിട്ട് ഒന്ന് എഴുതിയെടുക്കുക. ആദ്യത്തെ റിയാക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഡികമ്പോസിഷൻ ഓഫ് അമോണിയം നൈട്രൈറ്റ്, NH4NO2ൻ്റെ ഡികമ്പോസിഷൻ, അത് എഴുതിയെടുക്കുക. അടുത്ത റിയാക്ഷൻ വളരെ സിമ്പിളാണ്. നോക്കിയേ, HI ഡികമ്പോസിഷനാണ്. ഡികമ്പോസിഷൻ ഓഫ് HI, ഡിസോസിയേഷൻ ഓഫ് ഹൈഡ്രജൻ അയോഡൈഡ്, 2HI gives H2+I2. അതും ഒന്ന് എഴുതിയെടുക്കുക. 2 റിയാക്ഷൻ നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞു. ഒരു റിയാക്ഷൻ കൂടി തരാം. ദാറ്റ് ഈസ് റിയാക്ഷൻ ബിറ്റ്വീൻ നൈട്രിക് ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ. ഓക്സിജനും നൈട്രിക് ഓക്സൈഡും തമ്മിലുള്ള റിയാക്ഷനാണ് അടുത്തത്. അപ്പോൾ നൈട്രിക് ഓക്സൈഡും ഓക്സിജൻ തമ്മിലുള്ള റിയാക്ഷനിൽ എങ്ങനെ എഴുതുക? 2NO+O2 gives 2NO2. അപ്പോൾ അത് 3 റിയാക്ഷൻ നമ്മളിപ്പം എഴുതി കഴിഞ്ഞു. ഈ 3 റിയാക്ഷൻ നോക്കിക്കൊണ്ട് ഇനി പറയുന്ന ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ പറയാൻ കഴിയുമോ നോക്കണം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഗീവ് ദ നമ്പർ ഓഫ് റിയാക്ടിംഗ് സ്പീഷീസ് ടേക്കിംഗ് പാർട്ട് ഇൻ ദ റിയാക്ഷൻ ഇൻ ഈച്ച് കേസ്. ഓരോ കേസിലും പങ്കെടുക്കുന്ന റിയാക്ടിംഗ് സ്പീഷീസിൻ്റെ എണ്ണം എഴുതാമോ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒന്നുമില്ല, വളരെ ലളിതമായ ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ റിയാക്ഷൻ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എത്ര സ്പീഷീസ് പങ്കെടുക്കുന്നുണ്ട്. ഒരു സ്പീഷീസേ പങ്കെടുത്തിട്ടുള്ളൂ, ഒരു മോളിക്യൂളേ പങ്കെടുത്തിട്ടുള്ളൂ. Therefore the first reaction is unimolecular reaction. Very simple. രണ്ടാമത്തതിൽ 2 റിയാക്ടിംഗ് സ്പീഷീസ് ഇല്ലേ, ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഏതായിരിക്കും? ബൈമോളിക്കുലാർ റിയാക്ഷൻ ആണ് അല്ലേ. മൂന്നാമത്തെ റിയാക്ഷൻ ഏതാണെന്ന് ഓർമ്മയുണ്ടല്ലോ, 2NOയുടെ. അപ്പോൾ അത് ഏതായിരുന്നു? ട്രൈമോളിക്കുലാർ റിയാക്ഷൻ ആണ് അല്ലേ, ട്രൈമോളിക്കുലാർ റിയാക്ഷൻ. അപ്പോഴിവിടെ ആദ്യത്തത് യൂണിമോളിക്കുലാർ, രണ്ടാമത്തത് ബൈമോളിക്കുലാർ, മൂന്നാമത്തത് ട്രൈമോളിക്കുലാർ എന്ന് മനസ്സിലായി. Now we got a concept of molecularity. ഇപ്പോൾ നമുക്ക് മോളിക്കുലാരിറ്റി എന്ന ഒരു കൺസെപ്റ്റ് കിട്ടുകയാണ്. ഇതേപോലെയായിരുന്നു നമ്മൾ ഓർഡർ എന്നൊരു കൺസെപ്റ്റ് ഡിറൈവ് ചെയ്തെടുത്തിരുന്ന ഓർമ്മയുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ മോളിക്കുലാരിറ്റി എന്ന ഒരു കൺസെപ്റ്റ് കിട്ടുകയാണ്. ക്യാൻ യു സേ വാട്ട് ഈസ് മോളിക്കുലാരിറ്റി നൗ? ഇപ്പോൾ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയാൻ കഴിയുമോ? അപ്പോൾ നമ്മൾ ആദ്യത്തെ ഭാഗത്ത് കൂടെ തന്നെ നോക്കൂ. ഗിവ് ദ നമ്പർ ഓഫ് റിയാക്ടിംഗ് സ്പീഷീസ് ടേക്കിംഗ് പാർട്ട് ഇൻ ദ റിയാക്ഷൻ ഇൻ ഈച്ച് കേസ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അവിടെ തന്നെ കൺസെപ്റ്റ് ഉറങ്ങിക്കിടക്കുന്നുണ്ട് അല്ലേ. ശരി, അപ്പോൾ നമുക്ക് മോളിക്കുലാരിറ്റിയുടെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ദി നമ്പർ ഓഫ് റിയാക്ടിംഗ് സ്പീഷീസ്, അതായത് ഏതൊക്കെയാകാം? ആറ്റംസ് ആകാം, അയോൺസ് ആകാം, മോളിക്യൂൾസ് ആകാം. ടേക്കിംഗ് പാർട്ട് ഇൻ ദ എലമെൻ്ററി റിയാക്ഷൻ വിച്ച് മസ്റ്റ് കൊളൈഡ് സൈമൾട്ടേനിയസ്ലി ഇൻ ഓർഡർ ടു ബ്രിങ് അബൌട്ട് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് കോൾഡ് മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ. വളരെ സിമ്പിളാണ്. ഒരു രാസപ്രവർത്തനത്തിൽ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ റിയാക്ടൻറ്റ് സ്പീഷീസ് ആയിട്ട് വരുന്നത് ആരൊക്കെയാണ് നോക്കുക. ആറ്റംസ് ആകാം, മോളിക്യൂൾസ് ആകാം, അയോൺസ് ആകാം. അവർ തമ്മിൽ എന്ത് ചെയ്യും? കൊളൈഡ് ചെയ്യും.
ഒരു എലമെൻ്ററി റിയാക്ഷനിലാണ് കേട്ടോ, ഒരു കോംപ്ലക്സ് റിയാക്ഷൻ്റെ കാര്യത്തിലല്ല പറയുന്നത്, ഒരു സിംഗിൾ സ്റ്റെപ്പൊക്കെ വരുന്ന ഒരു എലമെൻ്ററി റിയാക്ഷനിൽ, അത്തരത്തിലൊരു റിയാക്ഷനിൽ പങ്കെടുക്കുന്ന റിയാക്ടിങ് സ്പീഷീസ് ഏതൊക്കെയാണെന്ന് നോക്കുക, എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. അവ എന്ത് ചെയ്യും? ദേ മസ്റ്റ് കൊളൈഡ് സൈമൾട്ടേനിയസ്ലി, അവർ കൂട്ടിയിടിക്കുന്നു ഇൻ ഓർഡർ ടു ബ്രിങ് അബൌട്ട് എ കെമിക്കൽ റിയാക്ഷൻ, എന്നിട്ട് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു, കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. മോളിക്കുലാരിറ്റി ഈസ് ദ നമ്പർ ഓഫ് കെമിക്കൽ സ്പീഷീസ്. കെമിക്കൽ സ്പീഷീസ് മീൻസ് ആറ്റംസ് ആകാം, അയോൺസ് ആകാം, മോളിക്യൂൾസ് ആകാം. ദ നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ് ഇൻ ദ കെമിക്കൽ റിയാക്ഷൻ, അതിനെയാണ് എന്ത് പറയുക? മോളിക്കുലാരിറ്റി എന്ന് പറയുക. ക്ലിയർ ആയി കഴിഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ എലമെൻ്ററി റിയാക്ഷൻ അല്ലാത്ത കോംപ്ലക്സ് റിയാക്ഷൻസിൽ എങ്ങനെയായിരിക്കും ഈ മോളിക്കുലാരിറ്റിയുടെ കൺസെപ്റ്റ് എന്ന് നോക്കാം. നമുക്കൊരു കോംപ്ലക്സ് റിയാക്ഷനാണ് ഇവിടെ എടുക്കാൻ എക്സാമ്പിൾ എടുത്ത് തന്നിരിക്കുന്നത്. KClO3 + 6FeSO4 + H2SO4 gives KCl + 3Fe2SO4 thrice plus H2O. ഈ റിയാക്ഷൻ നോക്കിയിട്ട് ഇത് ഒറ്റ സ്റ്റെപ്പിലാണെന്ന് നമുക്ക് തോന്നി, കണ്ടപ്പോൾ നമുക്ക് തോന്നി. സാധാരണഗതിയിൽ 3 റിയാക്ടിങ് സ്പീഷീസ് ഉള്ളത് വരെ, 3 മോളിക്യൂൾസ് ഒക്കെ കൊളൈഡ് ചെയ്ത് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത് വരെ എലമെൻ്ററി റിയാക്ഷൻ നമ്മൾ സാധാരണ പറയാറുള്ളൂ. റിയാക്ഷൻസ് ഇൻവോൾവിങ് മോർ ദാൻ 3 മോളിക്യൂൾസ്, 3-ലധികം മോളിക്യൂൾസ് ഇൻവോൾവ് ചെയ്യുന്ന റിയാക്ഷൻ ആകുമ്പോൾ അത് ആ റിയാക്ഷൻ നമ്മൾ എങ്ങനെയാണ് പറയുക? സാധാരണ അതൊരു കോംപ്ലക്സ് റിയാക്ഷനാണ്, കാരണം അതിൽ ധാരാളം എലമെൻ്ററി സ്റ്റെപ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ മോർ ദാൻ 3 റിയാക്ടിങ് റിയാക്ടിങ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ, മോർ ദാൻ 3 റിയാക്ടിങ് മോളിക്യൂൾസ് പങ്കെടുക്കുന്ന റിയാക്ഷൻ ആണെങ്കിൽ അതിൻ്റെ സ്റ്റോയിച്ചിയോമെട്രിക് ഇക്വേഷൻ മസ്റ്റ് ടേക്ക് പ്ലേസ് ഇൻ മോർ ദാൻ 1 സ്റ്റെപ്പ്. ഒന്നിലധികം സ്റ്റെപ്പിലേക്ക് റിയാക്ഷൻ നടന്നുണ്ടാവുക. അതിനാണ് നമ്മൾ കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് പറയുക. ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന ഒരു റിയാക്ഷൻ ആണെങ്കിൽ നമ്മൾ എലമെൻ്ററി റിയാക്ഷൻ എന്ന് പറയും, എലമെൻ്ററി സ്റ്റെപ്പ് എന്ന് പറയും. പക്ഷേ കൂടുതൽ സ്റ്റെപ്പുകളിലാണ് ആ റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് പറയും. അപ്പോൾ ഈ 3 മോളിക്യൂൾസിൽ കൂടുതൽ, മോളിക്കുലാരിറ്റി 3ൽ കൂടുതൽ വരുന്ന റിയാക്ഷൻസ് മിക്കവാറും എന്തായിരിക്കും? കോംപ്ലക്സ് റിയാക്ഷൻസ് ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുള്ളത് ഏതാണ്? KClO3 + 6FeSO4 + H2SO4 gives KCl + 3Fe2SO4 thrice plus H2O. ഇതിന് ബാലൻസ് ചെയ്യാൻ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ആലോചിച്ച് നോക്കിയേ. ഈക്വേഷൻ ബാലൻസ്ഡ് ആണോ? അല്ല. അപ്പോൾ ഈക്വേഷൻ ബാലൻസ്ഡ് ആവുന്ന സമയത്ത് എങ്ങനെ വരിക? നിങ്ങൾ സ്വന്തം ഒന്ന് എഴുതിക്കേ, നോക്കട്ടെ, പെന്നും ബുക്ക് എടുത്ത് എഴുതി നോക്കിയേ. KClO3 + 6FeSO4 + എത്ര സൾഫ്യൂരിക് ആസിഡ് വരുമായിരിക്കും? ഇനി ആലോചിച്ച് നോക്കിയേ. ബാലൻസ് ചെയ്തെടുത്തോ? എങ്ങനെ വന്നു? 3H2SO4 എന്ന് വന്നു അല്ലേ? 3H2SO4 എന്ന് വന്നു. എന്തൊക്കെ കിട്ടി? KCl കിട്ടി. പിന്നെ എത്ര Fe2SO4 ത്രൈസ് വന്നിരിക്കുന്നത്? 3Fe2SO4 ത്രൈസ് വന്നിരിക്കുന്നു. അതായത് 3 9 അല്ലേ? 3 × 9 സൾഫേറ്റ് അയോൺസ് വരണം. അതാണ് നമ്മൾ എത്ര സൾഫ്യൂരിക് ആസിഡ് എടുത്തത്? ഇവിടെ 3 സൾഫ്യൂരിക് ആസിഡ് എടുത്തത്. അപ്പോൾ വാട്ടർ എത്ര വരണം? 3 വാട്ടർ വരണം. ഓക്കെ. അപ്പോൾ ഈ ബാലൻസ്ഡ് ഇക്വേഷൻ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ എഴുതിയത് ഇങ്ങനെയായിരിക്കണം: KClO3 + 6FeSO4 + 3H2SO4 gives KCl + 3Fe2SO4 thrice plus 3H2 എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു റിയാക്ടിങ് സ്പീഷീസ് നമ്മൾ എടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ റേറ്റ് ഓഫ് എക്സ്പ്രഷൻ എഴുതുമ്പോൾ എത്രയായിരിക്കും ഓർഡർ വരിക എന്ന് ആലോചിച്ച് നോക്കിയേ. എത്രയാണ് ഓർഡർ വരിക? യെസ്, റേറ്റ് ഈസ് ഈക്വൽ ടു, ആദ്യം റേറ്റ് ഓഫ് എക്സ്പ്രഷൻ എഴുതണം അല്ലേ? റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു, എഴുതിക്കേ, സ്വന്തമായിട്ട് എഴുതിക്കേ, K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് KClO3 റൈസ് ടു 1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് FeSO4 റൈസ് ടു 6, എഴുതിയില്ലേ? എഴുതി. ഓക്കെ. ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2SO4 റൈസ് ടു 3. സോ 1 + 6 + 3 ടോട്ടൽ എത്രയാണ് വന്നിരിക്കുന്നത് ഓർഡർ? യെസ്, 10 എന്ന് വന്നു. ദാറ്റ് മീൻസ് 10th ഓർഡർ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ? ഹിയർ സീംസ് ടു ബി 10th ഓർഡർ, ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് എ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. സത്യത്തിൽ ഇത് എത്രയാണ്? വെറും ഓർഡർ 2 ഉള്ള ഒരു റിയാക്ഷനാണ്. അതെങ്ങനെ അങ്ങനെ വരുന്നത് അല്ലേ? 10th ഓർഡറാണ് നമുക്ക് തോന്നി, പക്ഷേ ഓർഡർ ഇവിടെ എത്രയാണ് വരുന്നത്? സെക്കൻഡ് ഓർഡർ റിയാക്ഷനാണ്, അതായത് ഓർഡർ 2 ആണ്. ദാറ്റ് മീൻസ് ഇൻ എ കോംപ്ലക്സ് റിയാക്ഷൻ നമുക്ക് തോന്നുന്ന ആ ഒരു എലമെൻ്ററി, ഇത് കണ്ടാൽ എലമെൻ്ററി സ്റ്റെപ്പാണ് തോന്നും. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ആൻ എലമെൻ്ററി സ്റ്റെപ്പ്. കാരണം ഇവിടെ മോളിക്കുലാരിറ്റി എത്രയാണ് വന്നിരിക്കുന്നത്? മോളിക്കുലാരിറ്റി 10 വന്നിരിക്കുന്നത്. എങ്ങനെയാണ് മോളിക്കുലാരിറ്റി 10 വന്നത്? KClO3യുടെ 1 മോളിക്യൂള്, പിന്നെ FeSO4ൻ്റെ 6 മോളിക്യൂൾസ്, സൾഫ്യൂരിക് ആസിഡിൻ്റെ 3 മോളിക്യൂൾസ്, ടോട്ടൽ എത്ര മോളിക്കുലാരിറ്റി വന്നു? 10 വന്നു. അപ്പം മോളിക്കുലാരിറ്റി മോർ ദാൻ 3 വന്നു കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ എന്തായിരിക്കും? ഒരു കോംപ്ലക്സ് റിയാക്ഷൻ ആയിരിക്കും. അത്തരം കേസിൽ എങ്ങനെയാണ് ഓർഡർ കണ്ടുപിടിക്കുക? സോ മോളിക്കുലാരിറ്റി ഓർഡർ ലിങ്ക് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, എങ്ങനെയാണെന്ന് നോക്കുക. അപ്പം മോളിക്കുലാരിറ്റി നമുക്ക് കണ്ടു, എത്രയാണ്? 10 ആണെന്ന് മനസ്സിലായി. ഓർഡർ നമ്മൾ തിയറിറ്റിക്കലി വിചാരിക്കുന്ന 10 ആണെന്നായിരുന്നു, പക്ഷേ ശരിക്കും ഇത് സെക്കൻഡ് ഓർഡർ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോംപ്ലക്സ് റിയാക്ഷൻ്റെ മോളിക്കുലാരിറ്റി നമുക്ക് തിയറിറ്റിക്കലി പറയാം, പക്ഷേ ഓർഡർ ഇതേപോലെ തിയറിറ്റിക്കലി പറയാൻ കഴിയില്ല. എങ്കിൽ ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു കോംപ്ലക്സ് റിയാക്ഷൻ്റെ ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കാം? അതിന് നല്ലൊരു മെത്തേഡാണ് പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. ദിസ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ സെവറൽ സ്റ്റെപ്സ്. ഈ പ്രവർത്തനം
കോംപ്ലക്സ് റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ ധാരാളം സ്റ്റെപ്സിലാണ് നടക്കുന്നത്. വിച്ച് സ്റ്റെപ്പ് കൺട്രോൾസ് ദ റേറ്റ് ഓഫ് ദ ഓവറോൾ റിയാക്ഷൻ? ഈ ഓവറോൾ റിയാക്ഷൻ്റെ റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ഏത് സ്റ്റെപ്പായിരിക്കും? To get the answer for this, we have to go through some മെക്കാനിസത്തിലൂടെ കടന്നു പോകണം. ഇത് സാധാരണ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറില്ല. ഹയർ ലെവലിലേക്കാണ്, ഡിഗ്രിക്കൊക്കെ പോകുമ്പോഴാണ് കൂടുതൽ മെക്കാനിസം നമ്മൾ പഠിക്കുക. പക്ഷെ ചെറിയൊരു രീതി നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. മെക്കാനിസം ഒരു റിയാക്ഷൻ്റെ, ഒരു കോംപ്ലക്സ് റിയാക്ഷൻ്റെ മൊത്തം മെക്കാനിസം പഠിച്ച് നമുക്ക് അതിൻ്റെ ഓർഡർ കണ്ടുപിടിക്കുക പ്രയാസമാണ്. നമ്മൾ ഈ സ്റ്റാൻഡേർഡിന് 12th സ്റ്റാൻഡേർഡിൽ ഇത് പോസിബിൾ അല്ല. പക്ഷെ നമുക്ക് മറ്റ് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു കാര്യം നമുക്കിപ്പോൾ ചിന്തിക്കാൻ കഴിയും. നോക്കൂ, നമ്മളിപ്പോൾ കാണുന്നത് ഒരു റിലേ കോമ്പറ്റീഷനാണ്. ഒരു റിലേ കോമ്പറ്റീഷനിൽ ഒരു ടീമിൻ്റെ ഒരാൾ ഓടി വന്ന് അതേ ടീമിലെ മറ്റൊരാൾക്ക് ബാറ്റൺ കൈമാറും. ഇങ്ങനെയാണല്ലോ റിലേ മത്സരം നടക്കുന്നത്. അപ്പോൾ ഈ റിലേ മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീം അംഗങ്ങളിൽ ഓരോരുത്തരുടെയും വ്യക്തിഗതമായ കഴിവ്, ഓരോരുത്തരുടെയും ഓടാനുള്ള കഴിവ്, അവരുടെ ചടുലമായ നീക്കങ്ങൾ, അവരുടെ ബുദ്ധി, ഇതൊക്കെ ആ ടീമിൻ്റെ വിജയത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? ആ ടീം പരാജയപ്പെടുന്നു എങ്കിൽ അതിൻ്റെ കാരണം ചിലപ്പോൾ അതിലുള്ള ഒരംഗത്തിൻ്റെ മെല്ലെ പോക്കായിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഒരാൾ സ്ലോ ആയാൽ ആ ടീമാണ് പരാജയപ്പെടുന്നത്. അപ്പോൾ ആ ടീമിൻ്റെ വിജയത്തിന് എല്ലാവരുടെയും വേഗത നല്ലോണം ഉണ്ടാവണമെന്നർത്ഥം. അപ്പോൾ ഒരാൾ സ്പീഡ് കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ടീം പരാജയപ്പെടും. നമുക്ക് മറ്റൊരു രംഗം നോക്കാം. ഒരു പർവ്വതം, അതായത് ഒരു മൗണ്ടൈൻ ക്ലൈംബേഴ്സാണിത്. അപ്പോൾ മൗണ്ടൈൻ ക്ലൈംബേഴ്സ് ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ എയും ബിയും 2 ടീംസാണെന്ന് വിചാരിക്കുക. അതിൽ ഒരു ടീമാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. 4 പേരുണ്ട് ഈ ടീമിൽ. ഇവർ മേലേക്ക് ചെല്ലുന്നു. അതേപോലെ തന്നെ മറ്റൊരു ടീമും ഇതേപോലെ പോകുന്നുണ്ട്. അതിലും ഇതേപോലെ ഒരു സംഘം ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ടീമായിട്ട് ഒരു മൗണ്ടൈൻ കീഴടക്കുന്നു, പർവ്വതം കീഴടക്കുന്നു. എന്നിട്ട് ആരാണ് വിജയിക്കുന്നത്, ഇതൊരു കോമ്പറ്റീഷനാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത്തരം കേസിൽ ഒരു ടീമിൻ്റെ ടോട്ടൽ സ്പീഡിനെ, ഒരു ടീമിൻ്റെ മൊത്തം റേറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ആ ടീമിലെ ഒരു മെമ്പറായാലും മതി. അയാൾ സ്ലോ ആണെങ്കിൽ ആ ടീമേ പരാജയപ്പെടുകയാണ്. ഇതുപോലെ ഒരു കോംപ്ലക്സ് റിയാക്ഷനിൽ, ഇൻ എ കോംപ്ലക്സ് റിയാക്ഷൻ, overall rate of the reaction is controlled by the slowest step in the reaction. കണ്ടല്ലോ, ആ ഗ്രൂപ്പിലെ കോംപ്ലക്സ് റിയാക്ഷൻസിലെ മൊത്തത്തിൽ എത്ര എലമെൻ്ററി റിയാക്ഷൻ ഉണ്ടോ അതിൽ ഒരു സ്റ്റെപ്പ് സ്ലോ ആയാൽ മതി, ആ റിയാക്ഷൻ മൊത്തം സ്ലോ ആകും അല്ലേ? അപ്പോൾ ആ കോംപ്ലക്സ് റിയാക്ഷൻ്റെ റേറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഏതായിരിക്കും? ആ ഒരു സ്ലോവസ്റ്റ് സ്റ്റെപ്പായിരിക്കും. അതുകൊണ്ട് ദാറ്റ് സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഈസ് കോൾഡ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അതിനെന്ത് പറയുന്നു? റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നു. ഇപ്പോൾ റിലേ മത്സരത്തിലും നേരത്തെ കണ്ട മൗണ്ടൈൻ ക്ലൈംബേഴ്സിൻ്റെ കോമ്പറ്റീഷനിലെല്ലാം തന്നെ ആരാണോ ആ ടീമിനെ കൺട്രോൾ ചെയ്യുന്നത്, ടീമിൻ്റെ റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്, അയാൾ സ്ലോ ആണെങ്കിൽ അയാളായിരിക്കും ആ റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ഒരു കോംപ്ലക്സ് റിയാക്ഷനിൽ 3ലധികം മോളിക്യൂൾസ് പങ്കെടുക്കുന്ന, അല്ലെ അയോൺസ് പങ്കെടുക്കുന്ന 3ലധികം ആറ്റംസ് പങ്കെടുക്കുന്നു എന്ന് വിചാരിക്കുക. ആറ്റമാണ് അവിടെ റിയാക്റ്റീവ് സ്പീഷീസ് എങ്കിൽ അത്തരത്തിൽ കോംപ്ലക്സ് ആയിരിക്കുന്ന ഒരു റിയാക്ഷൻ്റെ റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഏറ്റവും സ്ലോവസ്റ്റ് സ്റ്റെപ്പായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ദാറ്റ് സ്റ്റെപ്പ് ഈസ് കോൾഡ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. നൗ വി ക്യാൻ സേ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. നമുക്കിപ്പോൾ പറയാൻ കഴിയും. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് നോ ഡൗട്ട് ഇറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഓർഡറിൻ്റെ ഡെഫിനിഷനും മോളിക്കുലാരിറ്റിൻ്റെ ഡെഫിനിഷനും തന്നെയാണ് അതിൻ്റെ ആദ്യത്തെ ഡിഫറൻസ്. അപ്പോൾ നിങ്ങളോട് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടും എഴുതാം. ഇറ്റ് ഈസ് ദ സം ഓഫ് ദ ഓർഡർ എന്താണ്? ഇറ്റ് ഈസ് ദ സം ഓഫ് പവേഴ്സ് റൈസ്ഡ് ഓൺ കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദ റേറ്റ് എക്സ്പ്രഷൻ. റേറ്റ് എക്സ്പ്രഷനിൽ കോൺസെൻട്രേഷൻ ടേമിൽ റൈസ് ചെയ്യുന്ന പവറാണെന്ത്? അതിൻ്റെ സം ആണ് ഓർഡർ എന്ന് പറയുന്നത്. ഒറ്റ റിയാക്റ്റൻ്റെ ഉള്ളെങ്കിൽ അത് റൈസ് ടു 1 ആയിരിക്കും, അത് ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. റിയാക്റ്റൻസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് പവർ വരുന്നുണ്ടെങ്കിൽ ആ പവേഴ്സിൻ്റെ സം എടുക്കണം, ആ സം ആയിരിക്കും ഓർഡർ. മോളിക്കുലാരിറ്റിയോ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് റിയാക്ടിങ്, മോളിക്യൂൾസ് തന്നെ ആയിക്കൊള്ളുന്നില്ല, അയോൺസ് ആകാം, ആറ്റംസ് ആകാം, റിയാക്ടൻസ് ടേക്കിംഗ് പാർട്ട് ഇൻ ദ എലമെൻ്ററി സ്റ്റെപ്പ് ഓഫ് എ റിയാക്ഷൻ. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓർ നമ്പർ ഓഫ് കെമിക്കൽ സ്പീഷീസ് എന്ന് പറഞ്ഞാലും മതി. രണ്ടാമത്തെ ഡിഫറൻസ് നോക്കൂ. ഓർഡർ ഓഫ് എ റിയാക്ഷൻ ഈസ് ആൻ എക്സ്പെരിമെൻ്റൽ വാല്യൂ. നമ്മൾ നേരത്തെ തൊട്ടേ പറഞ്ഞു വരുന്ന കാര്യമാണ്, ഡിറൈവ്ഡ് ഫ്രം റേറ്റ് എക്സ്പ്രഷൻ. ഓക്കെ, ബട്ട് മോളിക്കുലാരിറ്റി ഈസ് എ തിയററ്റിക്കൽ കൺസെപ്റ്റ്. എക്സ്പെരിമെൻ്റ് നടത്തി പറയണമെന്നൊന്നുമില്ല. നമുക്ക് സ്റ്റോഷിയോമെട്രിക് ഇക്വേഷൻ നോക്കിയാൽ, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നോക്കിയാൽ സുഖമായിട്ട് പറയാം വാട്ട് ഇസ് ദ മോളിക്കുലാരിറ്റി ഓഫ് ദ റിയാക്ഷൻ. ഓക്കെ, അടുത്ത് നോക്കൂ. ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ക്യാൻ ബി സീറോ ഓർഡർ നമ്മൾ കണ്ടതാണ്. അതുപോലെ ഫ്രാക്ഷണൽ ഓർഡർ വരാം അല്ലേ? CH3CHOയുടെ ഡീകമ്പോസിഷൻ നമ്മൾ കണ്ടതാണ്. അത് അസ്റ്റാൽഡിഹൈഡിൻ്റെ ഡീകമ്പോസിഷൻ ഫ്രാക്ഷണൽ ഓർഡറാണ്, 3/2 ആണ്, ഓർ ഇൻറ്റിജർ. വേറാസ് മോളിക്കുലാരിറ്റി ക്യാൻ നൈദർ ബി 0
നോർ ഫ്രാക്ഷൻ. മോളിക്കുലാരിറ്റി എപ്പോഴും ഒരു 1, 2, 3 പോലത്തെ നമ്പർ ആയിരിക്കണം. അതൊരിക്കലും 0 ആവാനോ ഫ്രാക്ഷൻ ആവാനോ കഴിയില്ല. ഓക്കെ, ഓർഡർ ഓഫ് ദ റിയാക്ഷൻ മേ ഹാവ് നെഗറ്റീവ് വാല്യൂ. ആയിരിക്കാം, നെഗറ്റീവ് വരാം, ഓർഡർ നെഗറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മോളിക്കുലാരിറ്റി ഒരിക്കലും എന്താവാൻ പറ്റില്ല, നെഗറ്റീവ് ആവാൻ പറ്റില്ല. ഇനി അടുത്ത പോയിന്റ്, ഇറ്റ് ഈസ്, അതായത് ഓർഡർ ഈസ് അസൈൻഡ് ഫോർ ഓവറോൾ റിയാക്ഷൻ. ഓർഡർ അസൈൻ ചെയ്യുന്നത് ഓവറോൾ റിയാക്ഷൻ ആണ്. അതായത് കോംപ്ലക്സ് റിയാക്ഷൻ ഉണ്ട്, അതിൽ കുറേ സ്റ്റെപ്സ് ഉണ്ട്. ഓരോ സ്റ്റെപ്പിനും നമ്മൾ ഓർഡർ പറയാൻ കഴിയില്ല. കോംപ്ലക്സ് റിയാക്ഷൻ നമ്മൾ പറയുന്നത് ഓവറോൾ റിയാക്ഷൻ്റെ ഓർഡറാണ് പറയുക. അത് ഡിറ്റർമിൻ ചെയ്യുന്ന ഏതാണെന്ന് പറഞ്ഞത് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പാണ്, സ്ലോവസ്റ്റ് സ്റ്റെപ്പാണ് എന്ന് ഓർത്തിരിക്കുക. എന്നാൽ മോളിക്കുലാരിറ്റി ഈസ് അസൈൻഡ് ഫോർ ഈച്ച് എലമെൻ്ററി സ്റ്റെപ്പ് ഓഫ് മെക്കാനിസം. മോളിക്കുലാരിറ്റി ഓരോ സ്റ്റെപ്പിനും നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അടുത്തത് ഓർഡറിൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് കോൺസെൻട്രേഷൻ for pseudo order especially, whereas molecularity is independent of pressure and temperature. പങ്കെടുക്കുന്ന റിയാക്ടൻ്റ് മോളിക്യൂൾസ്, റിയാക്ടൻ്റ് സ്പീഷീസ് ടെമ്പറേച്ചറിനെയോ പ്രഷറിനെയോ ഒന്നും നോക്കുന്നില്ല. അപ്പോൾ മോളിക്കുലാരിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഇതിൽ ഒരു 3-4 നന്നായിട്ട് പഠിച്ചു വെക്കുക, വളരെ ഭംഗിയായിട്ട് എഴുതാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ മോളിക്കുലാരിറ്റിയും ഓർഡറും ക്ലിയർ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റിലേക്ക് കടക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഓർഡർ കണ്ടുപിടിക്കുന്നത്? ഏത് ഓർഡറാണ് നമ്മൾ എടുക്കുന്നത്? ആ ഓർഡറിൻ്റെ യൂണിറ്റ്, ഓർഡർ എത്തുന്ന സമയത്ത് റേറ്റ് കോൺസ്റ്റൻ്റ് യൂണിറ്റ് എത്രയായിരിക്കും? യൂണിറ്റ് നോക്കിയാൽ നമുക്ക് ഓർഡർ വേണേൽ പറയാം, അല്ലേ? സെക്കൻഡ് ഇൻവേഴ്സ് കാണുന്ന സമയത്ത് അത് ഫസ്റ്റ് ഓർഡർ ആണെന്ന് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇവിടെ വി നോ ദ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻസ് ഓഫ് റേറ്റ് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ. നമ്മൾ കണ്ടതാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ, ഓർമ്മയില്ലേ? ആർ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് പറഞ്ഞിരുന്നത്? എയുടെ ടേമിൽ, ദാറ്റ് മീൻസ് റിയാക്റ്റൻറ്റിൻ്റെ ടേമിൽ, പ്രോഡക്റ്റിൻ്റെ ടേമിൽ ബിയുടെ ടേമിൽ, അല്ലെങ്കിൽ റിയാക്റ്റൻ്റ് ആറിൻ്റെ ടേമിൽ നമുക്ക് പറയാം, പിന്നെ അല്ലെങ്കിൽ പ്രോഡക്റ്റ് പിയുടെ ടേമിൽ നമുക്ക് പറയാം. ഇങ്ങനെയൊക്കെ നമ്മൾ റേറ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ വി നോ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻസ്, കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നു റേറ്റ് എന്ന് നമുക്കറിയാം. അതിന് ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത്, ഓർമ്മയുണ്ടാവും. അതായത് മൈനസ് ഡി ആർ ഈസ് ഈക്വൽ ടു മൈനസ് ഡി ആർ ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ സ്മോൾ ആർ ഈസ് ഈക്വൽ ടു പ്ലസ് ഡി പി ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് പറഞ്ഞു. ഇനി എ പ്ലസ് ബി ബി ഗീവ് സി സി പ്ലസ് ഡി ഡി എന്ന ഇക്വേഷൻ ആണെങ്കിൽ റേറ്റ് നമ്മൾ ഡിഫറെൻറ്റ് ഫോംസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, ഓർമ്മയുണ്ടാവും. അതായത് ഇപ്പോൾ എയുടെ ടേബിളാണ് നമ്മൾ പറയണമെങ്കിൽ ആർ ഈസ് ഈക്വൽ ടു മൈനസ് 1/a ഡി എ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ ഡി ടി എന്ന് പറഞ്ഞു. അതുപോലെ ബിയുടെ ടേബിളാണെങ്കിൽ മൈനസ് ആർ ഈസ് ഈക്വൽ ടു സ്മോൾ ആർ ഈസ് ഈക്വൽ ടു മൈനസ് 1/b ഡി കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡ് ബൈ ഡി ടി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇതിനെയാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എന്ന് പറയുക. അതുപോലെ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിറ്റർമിൻ ദ ഇൻസ്റ്റാൻറ്റേനിയസ് റേറ്റ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. അതിൻ്റെ കാരണം എന്നറിയോ? ഒരു പ്രത്യേക പോയിന്റിലുള്ള ഒരു റേറ്റ് കണ്ടുപിടിക്കൽ ഇച്ചിരി പ്രയാസമാണ്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഗ്രാഫ് നോക്കിയപ്പോൾ കണ്ടതാണ്. ഒരു ആവറേജ് റേറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, ഡെൽറ്റ വലിയൊരു ഇൻ്റർവൽ ഓഫ് ടൈമിലാണ്. പക്ഷേ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ, ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈമിലുള്ള റേറ്റ് കണ്ടുപിടിക്കൽ വലിയ പ്രശ്നമാണ്. അതുപോലെ സോ ദ റേറ്റ് ലോ, ആ ഒരു പ്രത്യേക പോയിന്റിലെ റേറ്റ് ലോ കണ്ടുപിടിക്കലും വലിയ പ്രശ്നമാണ്. ഒരു പ്രത്യേക സെക്കൻഡിൽ, 12th സെക്കൻഡിൽ, 24th സെക്കൻഡിൽ എന്നൊക്കെ പറയുമ്പോൾ വെറി ചെറിയൊരു യൂണിറ്റ് ടൈമേ ഉള്ളൂ. ആ ടൈമിനുള്ളിൽ വരുന്ന കോൺസെൻട്രേഷൻ ചേഞ്ച് കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ആ സമയത്ത്. അതുപോലെ തന്നെ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ കണ്ടുപിടിക്കലും പ്രയാസമാണ്. അപ്പോൾ ഇൻസ്റ്റാൻറ്റേനിയസ് റിയാക്ഷൻ വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു പോയിന്റിൽ നമുക്ക് ചെറിയൊരു ടൈമിൻ്റെ ഗ്യാപ്പിൽ നടക്കുന്ന കോൺസെൻട്രേഷൻ ചേഞ്ചും ആ സമയത്തുണ്ടാകുന്ന റേറ്റും, അതോടൊപ്പം തന്നെ ആ സമയത്തെ റേറ്റ് ലോ എക്സ്പ്രഷനും, അതോടൊപ്പം അതിൻ്റെ ആ ഒരൊറ്റ പോയിന്റിൽ നടക്കുന്ന റിയാക്ഷൻ്റെ ഓർഡറും കണ്ടുപിടിക്കുക വലിയ പ്രയാസമായിരിക്കും. കുറഞ്ഞ ടൈമേ ഉള്ളൂ. അതുകൊണ്ട് വി ക്യാൻ ഇൻറ്റഗ്രേറ്റ് ദ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ. ആ സമയത്ത് നമുക്ക് ഈ സ്മോൾ ഡി എന്ന് പറയുന്നതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സ്മോൾ ഡി എന്ന് പറഞ്ഞാൽ വെരി സ്മോൾ ഇൻ്റർവൽ ഓഫ് ടൈം ആണല്ലോ, അല്ലെങ്കിൽ വെരി സ്മോൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ആണല്ലോ. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ വി ക്യാൻ ഇൻറ്റഗ്രേറ്റ് ദ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ ടു ഗെറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ കോൺസെൻട്രേഷൻ അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ആൻഡ് റേറ്റ് കോൺസ്റ്റൻറ്റ്. റേറ്റ് കോൺസ്റ്റൻറ്റും കോൺസെൻട്രേഷനും തമ്മിലുള്ള ബന്ധം ഓരോ ടൈമിനും കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഇൻറ്റഗ്രേറ്റ് ദ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ. സോ സീറോ ഓർഡറിനും ഫസ്റ്റ് ഓർഡറിനുമാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സിലബസ് പ്രകാരം സീറോ ഓർഡറിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനും പഠിക്കണം, ഫസ്റ്റ് ഓർഡറിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനും പഠിക്കണം. സോ the integrated rate equations are different for reactions of different reaction order. അതാണ് മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ് ഓർഡറിന് ഒരു വ്യത്യസ്തമായ ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ്, സീറോ ഓർഡറിന് വേറൊരു ഡിഫറൻഷ്യൽ, ദാറ്റ് മീൻസ് ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ലോ ഇക്വേഷൻ ആണ്. അപ്പോൾ ഓർഡർ മാറുന്നതിനനുസരിച്ച് ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ്റെ നേച്ചറും മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ആദ്യം ഏതാ നോക്കേണ്ടത്? കൺസിഡർ ദ സീറോ ഓർഡർ റിയാക്ഷൻ. ഓക്കെ,
നമുക്ക് നോക്കാം എന്താണ് സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇൻറ്റിഗ്രേറ്റഡ് റേറ്റ് ലോ എക്സ്പ്രഷൻ വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. നല്ലൊരു ഡെറിവേഷനാണ്. അപ്പോൾ നോട്ട്ബുക്ക് തയ്യാറാക്കി വെക്കുക. മാഷിങ്ങനെ പറയുമ്പോൾ ചില പോയിൻറ്റ്സൊക്കെ കുറിച്ച് പോവുക. ആ സമയത്ത് വിഷ്വലും നോക്കുക. എന്നിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നുകൂടി പോസ് ചെയ്തിട്ട് ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കി പോവുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു റിയാക്ഷൻ നോക്കാം. ആർ ഗീവ്സ് പ്രോഡക്ട്സ്. ആർ എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായി മാറുന്നു. ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ നമുക്കറിയാം. അതിന് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ ആർ ഈസ് ഈക്വൽ ടു മൈനസ് ഡി ആർ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ ഡി ടി. ഓർമ്മയുണ്ടാവും. ഇനി അതിൻ്റെ തന്നെ റേറ്റ് ലോ എക്സ്പ്രഷൻ എങ്ങനെ വരും? സ്മോൾ ആർ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ റൈസ് ടു 0 എന്ന് വരും. ഇപ്പോൾ 2 ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഒന്നാമത്തെ ഇക്വേഷൻ ഏതായിരുന്നു? സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ആർ കോൺസെൻട്രേഷൻ ബൈ ഡി ടി. രണ്ടാമത്തെ ഇക്വേഷൻ സ്മോൾ ആർ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ റൈസ് ടു 0. അതിൻ്റെ ആർ റൈസ് ടു 0 എന്ന് വന്നത് സീറോ ഓർഡർ റിയാക്ഷൻ ആണല്ലോ. ഓക്കെ, ഇനി കെ എന്താണ്? റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. അത് നമുക്കറിയാം. അപ്പോൾ 2 ഇക്വേഷൻ നമ്മളിലുണ്ട്. രണ്ടും ആറല്ലേ, അതുകൊണ്ട് രണ്ടും ഈക്വൽ അല്ലേ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെ എടുക്കാം? മൈനസ് ഡി ആർ കോൺസെൻട്രേഷൻ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ റൈസ് ടു 0 എന്ന് എടുക്കാം. സിമ്പിൾ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഈ സ്മോൾ ഡി ടി കൊണ്ട് മേലേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും? സ്മോൾ ഡി ആർ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് കെ ഡി ടി എന്ന് വരും. മൈനസ് കെ ഡി ടി. ആർ റൈസ് ടു 0 എടുക്കണേ? വേണ്ട, ആർ റൈസ് ടു 0 1 അല്ലേ, അപ്പോൾ അത് പോയി. അപ്പോൾ ഇപ്പോൾ എങ്ങനെ കിട്ടിയത്? നമുക്ക് മൈനസ് സൈൻ അങ്ങ് അപ്പുറത്തേക്ക് കൊടുത്തുട്ടോ. ഇപ്പം ഉണ്ടായിരുന്ന മൈനസ് സൈൻ നമ്മൾ അപ്പുറത്തേക്ക് കൊടുത്തു. അതൊക്കെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഡി ആർ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് കെ ഡി ടി എന്ന് കിട്ടിയില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. 2 സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ 2 സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് സ്മോൾ ഡി ആർ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ കോൺസെൻട്രേഷനുകളുടെ ചെറിയ ഭാഗങ്ങളാണല്ലോ. ഈ ആർ എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ്റെ ചെറിയ ഭാഗങ്ങളാണ്. ആ ചെറിയ ഭാഗങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരിക? ഇൻറ്റഗ്രൽ ഡി ആർ എന്ന് വരും അല്ലേ. ഇൻറ്റഗ്രൽ ഡി ആർ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റഗ്രൽ കെ ഡി ടി എന്ന് വന്നു. ഇനി നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തപ്പോൾ ഈ സ്മോൾ ഡി ആറിൻ്റെ ഇൻറ്റഗ്രൽ എന്താണ്? ക്യാപിറ്റൽ ആർ ആണ്. ക്യാപിറ്റൽ ആർ കോൺസെൻട്രേഷൻ ആ സ്മോൾ ഡി ആറിൻ്റെ ഡി ഇല്ല, പിന്നെ അവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തപ്പോൾ ഡിയും ഇൻറ്റഗ്രലും ക്യാൻസൽ ആയിപ്പോൾ. എന്താ കാരണം? സ്മോൾ ഡികളുടെ ഇൻറ്റഗ്രലാണ് ഇപ്പോൾ മൊത്തത്തിലുള്ള ആർ എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ആർ എന്ന് കിട്ടി. സോ ഇൻറ്റഗ്രൽ ഓഫ് സ്മോൾ ഡി ആർ, ഇൻറ്റഗ്രൽ ഓഫ് ഡി ആർ ഈസ് ഈക്വൽ ടു ആർ എന്ന് കിട്ടി. ഇനി കെ ഡി ടി ഉണ്ട് അപ്പുറം അല്ലേ. കെ ഡി ടി ഉണ്ട്. ഡി ടിയുടെ ഇൻറ്റഗ്രൽ എന്താണ്? ടി ആണ്. ഡി ടിയുടെ ഇൻറ്റഗ്രൽ ടി ആണ്. അപ്പോൾ മൈനസ് കെ ടി എന്ന് കിട്ടി. പക്ഷേ ഇൻറ്റഗ്രേഷൻ റൂൾ ഉണ്ട്. ഇൻറ്റഗ്രേറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സ്പ്രഷൻ വരുമ്പോൾ ഒരു ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് കൂടെ ചേർക്കണം, പ്ലസ് ഇട്ടിട്ട്. അപ്പോൾ പ്ലസ് സി നോ ഐ നോ ഏതെങ്കിലും ഒരു ടേം നമ്മൾ ഉപയോഗിക്കാം. ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ അത് നമ്മൾ ചേർക്കണം. കോൺസ്റ്റൻ്റ് അല്ല, ഒരു ടേം ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് എന്ന് പറയുക. അത് സി ആകാം അല്ലെങ്കിൽ ഐ ആകാം. അപ്പോൾ ഏതെങ്കിലും ഒരു ടേം നമ്മളവിടെ ചേർക്കും. അപ്പോൾ ഒന്നുകൂടി പറയാം, ഇക്വേഷൻ മൊത്തം ഇങ്ങനെയാണ് വന്നത്. കോൺസെൻട്രേഷൻ ഓഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് ഐ, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് സി. സി എന്നിട്ടാലും മതി, ഐ എന്നിട്ടാലും മതി. ദാറ്റ് ഈസ് ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ്. ദിസ് ഈസ് ഇക്വേഷൻ 1. മെയിനായിട്ട് നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞത് ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ പറഞ്ഞു പോയതുള്ളൂ. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഈ സിയുടെ വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ്. എങ്ങനെയാണ് സിയുടെ വാല്യൂ കണ്ടെത്തുക, അല്ലെങ്കിൽ ഐയുടെ വാല്യൂ കണ്ടെത്തുക? ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് വാല്യൂ നമുക്ക് കണ്ടെത്തണം. എന്തിനാണ് സി എന്നും ഐ എന്നും മാറി പറഞ്ഞു വെച്ചാൽ പല പുസ്തകങ്ങൾ പല ടേംസോ ഉപയോഗിച്ചുള്ളത് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി പറയുന്നത് മാത്രം. ഓക്കെ, ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടെത്തണം. അതിന് നമ്മൾ എടുക്കുന്ന അസംഷൻ എന്താണെന്നറിയാം? ഇഫ് ടി ഈസ് ഈക്വൽ ടു 0, സ്മോൾ ടി 0 ആണെന്നിരിക്കട്ടെ, ടൈം ടി 0 ആണെന്നിരിക്കട്ടെ, അതായത് ഇനീഷ്യൽ ടൈമിലാണ് ഇപ്പോൾ നമ്മൾ ഈ റിയാക്ഷൻ നടക്കുന്നത് എന്ന് വിചാരിക്കുക. ആ സമയത്ത് കോൺസെൻട്രേഷൻ ഓഫ് ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസെൻട്രേഷൻ ഓഫ് ആർ 0 ആയിരിക്കും. അവിടെ 0 താഴെയാണ് കിടക്കുന്നത് അല്ലേ. മേലെ പവറായിട്ടല്ല, താഴെയാണ്. അത് നൊട്ടേഷനാണ്. ഈ ആർ 0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ് എന്നാണ് അർത്ഥം. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ എന്ന് പറഞ്ഞാൽ ടി ടൈമിൽ, അതായത് ടി ടൈം കഴിഞ്ഞപ്പോഴുള്ള കോൺസെൻട്രേഷൻ, ടി ടൈം എത്തിയപ്പോഴുള്ള കോൺസെൻട്രേഷൻ. അതായത് 10ാമത്തെ മിനിറ്റിൽ എത്രയാണ് കോൺസെൻട്രേഷൻ, 12ാമത്തെ സെക്കൻഡിൽ എത്രയാണ് കോൺസെൻട്രേഷൻ, ആ ടി ടൈമിലുള്ള കോൺസെൻട്രേഷനാണ് ആർ എന്ന് പറയുന്നത്. പക്ഷേ ടി 0 ആയപ്പോൾ, അതായത് ഇനീഷ്യലി ഉള്ള കോൺസെൻട്രേഷനാണ് എന്ത്? ആർ 0. ക്ലിയർ ആയിരിക്കുന്നു. അപ്പോൾ ആർ 0 ആയിരിക്കും ഇപ്പോൾ ആറ് എപ്പോഴും ടി 0 ആകുമ്പോൾ. ഓക്കെ, വെൻ ടി ഈസ് ഈക്വൽ ടു 0, കോൺസെൻട്രേഷൻ ഓഫ് ആർ ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ആർ 0, വേർ കോൺസെൻട്രേഷൻ ഓഫ് ആർ 0 ഇസ് ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ്. കിട്ടിയില്ലേ? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
ഈ വാല്യൂ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? ആറിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ എങ്ങനെ വരും? R0 എന്ന് വരും അല്ലേ? T0 ആണല്ലോ. അപ്പോൾ R0 ഈസ് ഈക്വൽ ടു മൈനസ് KT. ടിയുടെ സ്ഥാനത്ത് 0 കൊടുക്കുക. അപ്പോൾ K0 K×0 പ്ലസ് C അല്ലെങ്കിൽ പ്ലസ് I എന്ന് വന്നു. K×0 എന്താണ്? 0 ആണ്. അപ്പോൾ ആ ഭാഗം പോയി. സോ I ഈസ് ഈക്വൽ ടു R0 എന്ന് കിട്ടി അല്ലേ? I ഈസ് ഈക്വൽ ടു R0. അപ്പോൾ ഐയുടെ വാല്യൂ കിട്ടിയില്ലേ? അല്ലെങ്കിൽ സിയുടെ വാല്യൂ കിട്ടിയില്ലേ? കിട്ടി. ഇനി ഈ വാല്യൂ നമ്മൾ നേരത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ. അപ്പോൾ അങ്ങനെ ഒന്നു കോൺസെൻട്രേഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു മൈനസ് KT പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് R0. വെരി സിമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് റീഅറേഞ്ച് ചെയ്താൽ മതി. KT അവിടെ നിർത്തുക. അപ്പോൾ എങ്ങനെ വന്നു? KT ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് R എന്ന് വന്നു. ഓർ K ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് R ഡിവൈഡഡ് ബൈ T. This is the integrated rate law expression of zero order reaction. So K is equal to rate constant K is equal to concentration of R0 minus concentration of R divided by T. ഇതിൽ നമ്മളെടുത്ത അസംഷൻസ് മറക്കരുത്, ശ്രദ്ധിക്കണം. When T is equal to 0, concentration of R is equal to concentration of R0 എന്നുള്ള ഒരു അസംഷനാണ് പ്രധാനമായിട്ട് നമ്മൾ എടുത്തത്. ക്ലിയർ ആയോ? അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ എക്സ്പ്രഷൻ ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ എങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാം എന്നുള്ളത് വ്യക്തമാക്കി വെക്കുക. അത് ഒരു ബോക്സിലിട്ട് വെക്കുക. ഫൈനലി നമുക്ക് എത്തിച്ചേർന്ന ഇക്വേഷൻ ഒരു ബോക്സിലിട്ട് വെക്കുക. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഒരു ചെറിയൊരു ഗ്രാഫ് ഉണ്ട്. ദറ്റ്സ് വെരി സിമ്പിൾ. ഗ്രാഫ് കണ്ടാൽ തന്നെ നമുക്കറിയാം കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് Y ആക്സിലും ടൈം X ആക്സിലും എടുത്തിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ വി ഗെറ്റ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ഇതിൽ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് എന്ത്? റേറ്റ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഗ്രാഫിക്കലി എങ്ങനെയാണ് റേറ്റ് കോൺസ്റ്റൻ്റ് വാല്യൂ കണ്ടെത്തുക എന്ന് ചോദിച്ചാൽ സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്ലോപ്പ് ഈസ് നെഗറ്റീവ് സ്ലോപ്പാണ്. ദാറ്റ് വാല്യൂ ഈസ് ദ വാല്യൂ ഓഫ് K. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ എക്സ്പ്രഷനിൽ Kയുടെ വാല്യൂ ഈ ഗ്രാഫ് വെച്ചും കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി അടുത്തത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ അസംഷൻ എടുത്ത് മുന്നോട്ട് പോവുകയാണ്. ശ്രദ്ധിക്കുക, നോട്ട്ബുക്കും പെന്നും റെഡി ആണല്ലോ അല്ലേ? എഴുതി പോകണം. ഓക്കെ, സോ കൺസിഡർ ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. R ഗീവ്സ് P. നേരത്തെ പോലെ തന്നെ R P ആകുന്നു. ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയതുകൊണ്ട് റേറ്റ് ലോ എക്സ്പ്രഷൻ, ഡിഫറൻഷ്യൽ റേറ്റ് ലോ എക്സ്പ്രഷൻ എങ്ങനെ വരുന്നു, റേറ്റ് ലോ എക്സ്പ്രഷൻ എങ്ങനെ വരുന്നു എന്നുള്ളത് ആലോചിച്ച് വെക്കുക. ആദ്യം റേറ്റിൻ്റെ ഡിഫറൻഷ്യൽ റേറ്റ് ലോ ഇക്വേഷൻ എന്ന് എഴുതാമോ? റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് D കോൺസെൻട്രേഷൻ ഓഫ് R ഡിവൈഡ് ബൈ DT. ഓക്കെ, നോ ചേഞ്ച്. നേരത്തെ സീറോ ഓർഡർ പോലെ തന്നെ മാറ്റമില്ല. പിന്നെയോ ഇനി റേറ്റ് ലോ എക്സ്പ്രഷനോ അത് മാറ്റമുണ്ട് അല്ലേ? നേരത്തെ സീറോ ഓർഡറിൽ നമ്മൾ R/0 എന്നാണ് പറഞ്ഞത്. ഇത് ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് R/1 എന്ന് വരും അല്ലേ? അപ്പോൾ എങ്ങനെ വന്നു? റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് R/1. രണ്ടും റേറ്റ് ആണ്, അതുകൊണ്ട് റേറ്റ് രണ്ടും ഈക്വേറ്റ് ചെയ്തു. അപ്പോൾ എങ്ങനെ വന്നു? റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് DR കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ DT ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് R/1. ഇനി നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ എന്താ ചെയ്തത്? ആ DT കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ ഇവിടെയും DT കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. പക്ഷേ അവിടെ R-നെ ഇപ്പുറത്തേക്ക് ഇറക്കണം. നേരത്തെ R-ൻ്റെ ഭാഗത്ത് ഒന്നും ഇല്ലായിരുന്നു. R/0 ആയപ്പോൾ അത് 1 ആയിപ്പോയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം R/1 ഉണ്ട്. ഓർ കോൺസെൻട്രേഷൻ ഓഫ് R വരും. ആ കോൺസെൻട്രേഷൻ ഓഫ് R-നെ ഇപ്പുറത്തേക്ക് ഇറക്കുക, DT-യെ മുകളിലേക്ക് കൊണ്ടുപോകുക, അപ്പുറ ഭാഗത്ത് മുകളിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ നമുക്ക് എങ്ങനെ വന്നു? മൈനസ് സൈനും കൂടി കൊണ്ടുപോകണം അപ്പുറത്തേക്ക്. ഓക്കെ, DR കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ R കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് KDT എന്ന് വന്നു. ഇനി എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇൻ്റഗ്രൽ DR ബൈ R ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് KDT എന്ന് വന്നു. ഇൻ്റഗ്രൽ DR ബൈ R എന്താണ്? ln R ആണ്. ln എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗരിതം. ഓക്കെ, സോ ln R ആണ്. അപ്പോൾ DR ബൈ ആറിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ln R ആണ്. അപ്പോൾ ln R ഈസ് ഈക്വൽ ടു അടുത്തത് DTയുടെ ഇൻ്റഗ്രൽ എന്താണ്? T ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വന്നു? അത് മൈനസ് KT എന്ന് വന്നു. പ്ലസ് C. എന്താ C എന്ന് പറഞ്ഞത്? ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഈ സിക്ക് പകരം ചിലപ്പോൾ I വരാം. നേരത്തെ പറഞ്ഞത് ഓർമ്മ വേണം. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഒന്നുകൂടി പറയാം. ln R കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് KT പ്ലസ് C. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ നേരത്തെ എടുത്ത അതേ അസംഷൻ എടുത്ത് നോക്കിയേ. വെൻ T ഈസ് ഈക്വൽ ടു 0. എന്തിനാണ് ഈ അസംഷൻ എടുക്കുന്നത്? സിയുടെ വാല്യൂ കണ്ടെത്താൻ, അല്ലെങ്കിൽ ഐൻ്റെ വാല്യൂ കണ്ടെത്താൻ. അത് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അസംഷൻ എടുക്കുന്നത്. സോ വെൻ T ഈസ് ഈക്വൽ ടു 0, R ഈസ് ഈക്വൽ ടു R0. നമുക്കറിയുന്ന കാര്യമാണ്. വാട്ട് ഈസ് R0? R0 ഇസ് ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ്. ഇനി എന്ത് ചെയ്യണം? ഈ വാല്യൂ, അതായത് R-ൻ്റെ വാല്യൂ R0 ആയത് എപ്പോഴാണ്? T0 ആയപ്പോഴാണ്. ഇത് ഇക്വേഷൻ 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുക നോക്കിയേ. ദാറ്റ് ഈസ് ln R0 ഈസ് ഈക്വൽ ടു മൈനസ് K ഇൻറ്റു 0. എങ്ങനെയാണ് മൈനസ് K ഇൻറ്റു 0 വന്നത്? T0 ആയിപ്പോയി, പ്ലസ് C. സോ ln R0 ഈസ് ഈക്വൽ ടു മൈനസ് K ഇൻറ്റു 0 പ്ലസ് C എന്ന് കിട്ടി.
കെ ഇൻറ്റു സീറോ എന്താണ്? സീറോയാണ്. ദെർഫോർ ln r0 ഈസ് ഈക്വൽ ടു സി എന്ന് കിട്ടി. അപ്പോൾ സിയുടെ വാല്യൂ കിട്ടി. നേരത്തെയും കിട്ടിയത് സിയുടെ വാല്യൂ ഓർമ്മയുണ്ടല്ലോ. നേരത്തെ നമുക്ക് കിട്ടിയത് വെറും r0 എന്നായിരുന്നു. ഇപ്രാവശ്യം ln ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ, സോ ln ലോഗരിതം ഓഫ് r0 log ഓഫ് r0 ഈസ് ഈക്വൽ ടു സി എന്ന് കിട്ടി. ഇനി ഇത് എന്ത് ചെയ്യണം? ഇനി ഇത് നമ്മൾ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ സിയുടെ വാല്യൂ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും? ln r കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് ln r0 കോൺസെൻട്രേഷൻ എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്തു? ആ കെ ടി ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നു, ബാക്കി റീഅറേഞ്ച്മെന്റ് ചെയ്തപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? ln r0 മൈനസ് ln r എന്ന് കിട്ടി. കെ ടി ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് കെ ടി ഈസ് ഈക്വൽ ടു ln r0 ബൈ r. ln r0 ബൈ r കോൺസെൻട്രേഷൻ ആണ്, എല്ലാം കോൺസെൻട്രേഷൻ ആണ്, അണ്ടർസ്റ്റുഡ് ആണല്ലോ. ഓക്കെ, സോ കെ ടി ഈസ് ഈക്വൽ ടു ln r0 ബൈ r ആൻഡ് കെ ഈസ് ഈക്വൽ ടു ടീനെയും കൂടി അപ്പുറത്തേക്ക് കൊണ്ടുപോയി. കെ ഈസ് ഈക്വൽ ടു 1/t ln r0 ബൈ r എന്ന് വരും. കെ ഈസ് ഈക്വൽ ടു 1/t ln r0 ബൈ r. ഈ ln എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ ലോഗരിതാണ് അല്ലേ? അപ്പോൾ അതിനെ കോമൺ ലോഗ് ആക്കി മാറ്റി അതിനെന്ത് ചെയ്യണം? 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ വരും? കെ ഈസ് ഈക്വൽ ടു 2.303/t ലോഗ് r0 കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ r കോൺസെൻട്രേഷൻ. ഇതാണ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ എക്സ്പ്രഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇതും ബോക്സിൽ ഇട്ട് വെക്കുക. ഓക്കെ, സോ കെ ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് കെ ഈസ് ഈക്വൽ ടു 2.303/t ലോഗ് r0 ബൈ r കിട്ടി. ഇപ്പോൾ രണ്ട് റിയാക്ഷൻ്റെ, അതായത് സീറോ ഓർഡർ റിയാക്ഷൻ്റെയും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെയും ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ എക്സ്പ്രഷൻ മനസ്സിലായി കഴിഞ്ഞു. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രയാണോ ടൈം. ഇപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് നടന്ന ടൈമാണ്. അപ്പോൾ 12ാമത്തെ മിനിറ്റ് കഴിഞ്ഞു, അപ്പോൾ 12 മിനിറ്റായി. T0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനിഷ്യൽ ടൈം ആയിരുന്നു. ഓക്കെ, പക്ഷേ ഒരു റിയാക്ഷൻ നടന്നിട്ട് പകുതി സമയം കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഒരു റിയാക്ഷൻ നടന്നിട്ട് പകുതി സമയം കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്താ പറയുക? ഹാഫ് ലൈഫ് കഴിഞ്ഞു എന്ന് പറയാം അല്ലേ? അപ്പോൾ ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ ആണ് നെക്സ്റ്റ് ടേം. ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് നമ്മൾ ഏജൊക്കെ കണക്കാക്കുന്നത്, ഫോസിലിൻ്റെ അല്ലേ? ഫോസിലിൻ്റെ ഏജൊക്കെ കണക്കാക്കുന്നത് ഹാഫ് ലൈഫ് പീരീഡ് നോക്കിയിട്ടാണല്ലോ. കാർബൺ 14 ഓർമ്മയുണ്ട് എന്നൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കാർബൺ 14 എന്ന ഐസോടോപ്പിൻ്റെ എത്ര മാത്രം ഇപ്പോൾ ബാക്കിയുണ്ട്, ഹാഫ് ലൈഫ് പീരീഡൊക്കെ കണക്കാക്കിയിട്ടാണ് നമ്മൾ ഈ ഫോസിൽ എത്ര കാലപ്പഴക്കമുണ്ട്, എത്ര വർഷം, 5000 വർഷം മുമ്പാണോ 10000 വർഷം മുമ്പാണോ ഉണ്ടായതെന്നൊക്കെ കണക്കാക്കുന്നത് ഹാഫ് ലൈഫ് നോക്കിയിട്ടാണ്. അപ്പോൾ അതുപോലെ ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷനെ ഹാഫ് ലൈഫിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ ഈസ് ദ ടൈം ഇൻ വിച്ച് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻ്റ് ഈസ് റെഡ്യൂസ്ഡ് ടു 1/2 ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അതിൻ്റെ തുടക്കത്തിലുള്ള കോൺസെൻട്രേഷൻ്റെ പകുതി ആകുന്നത് 1/2 ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. തുടക്കത്തിലുള്ള കോൺസെൻട്രേഷൻ്റെ പകുതി ആവാൻ ആവശ്യമായ സമയം എന്ത്? ദാറ്റ് ഈസ് കോൾഡ് ഹാഫ് ലൈഫ് പീരീഡ്. ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ ഈസ് ദ ടൈം ഇൻ വിച്ച് ദ കോൺസെൻട്രേഷൻ ഓഫ് എ റിയാക്ടൻ്റ് ഈസ് റെഡ്യൂസ്ഡ് ടു 1/2 ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ T12. T12 എന്ന് പറയുന്ന ഒരു റെപ്രസെൻറ്റേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ എക്സ്പ്രഷൻ രണ്ടിൻ്റെയും ഓർത്ത് നോക്കുക. സീറോ ഓർഡർ റിയാക്ഷൻ്റെയും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെയും ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ എക്സ്പ്രഷൻ ഓർത്ത് നോക്കുക. അതിലൊക്കെ ടി ഉണ്ട്, ഓർമ്മ വേണം. ആ ടിയുടെ സ്ഥാനത്ത് എന്താക്കിയാൽ മതി? നമ്മൾ T12 ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹാഫ് ലൈഫ് പീരീഡ് കിട്ടും. പക്ഷേ അതിന് ചില വ്യത്യാസങ്ങൾ നമ്മുടെ മൊത്തത്തിലുള്ള ഇക്വേഷൻ വരും. അതെങ്ങനെയാണ് വരുന്നത് നോക്കാം. നമുക്ക് സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ എക്സ്പ്രഷൻ എടുത്തിട്ട് അതിൽ നിന്ന് ഹാഫ് ലൈഫിലേക്ക് പോകുന്ന എങ്ങനെ നോക്കാം. ഓക്കെ, സോ നമ്പർ 1, T12 ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ. ഹാഫ് ലൈഫ് ഓഫ് എ സീറോ ഓർഡർ റിയാക്ഷൻ. അപ്പോൾ സീറോ ഓർഡർ റിയാക്ഷൻ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ എക്സ്പ്രഷൻ ആദ്യം എഴുതുക. നോട്ട്ബുക്ക് എടുത്ത് എഴുതി നോക്കി അറിയാം. ഓക്കെ, കെ ഈസ് ഈക്വൽ ടു r0 മൈനസ് r ഡിവൈഡ് ബൈ ടി. കോൺസെൻട്രേഷൻ ആണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ല. കോൺസെൻട്രേഷൻ ഓഫ് r0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് r ഡിവൈഡ് ബൈ ടി. ഓക്കെ, ഇതിൽ ടി എന്താണെന്നാണ് പറഞ്ഞത്? T12 ആണെന്നിരിക്കട്ടെ, അസംഷനാണ്. T12 ആണെന്നിരിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ കോൺസെൻട്രേഷൻ r ആയിരിക്കുമോ അതോ r0 ആയിരിക്കുമോ? എത്രയായിരിക്കും? ഇപ്പോഴത്തെ കോൺസെൻട്രേഷൻ, അതായത് T12 ആയപ്പോഴുള്ള കോൺസെൻട്രേഷൻ r0യുടെ പകുതിയായിരിക്കും. ശരിയല്ലേ? r എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് r എന്ന് പറഞ്ഞാൽ ടി ടൈമിലുള്ള കോൺസെൻട്രേഷൻ ആണ് എന്ത്? കോൺസെൻട്രേഷൻ ഓഫ് r എന്ന് പറയുന്നത്. പക്ഷേ r0 എന്ന് പറഞ്ഞാലോ ഇനീഷ്യലി ഉള്ള കോൺസെൻട്രേഷൻ ആയിരുന്നു. T12 കഴിഞ്ഞപ്പോഴോ ഇനീഷ്യലി ഉള്ള കോൺസെൻട്രേഷൻ്റെ പകുതിയായി. ദാറ്റ് ഈസ് ഇപ്പോൾ T12 ആണ് ടൈമെങ്കിൽ T12 r എന്ന് പറയുന്നത് r0യുടെ പകുതിയായിരിക്കും. ഓക്കെ, സോ ആ r0യുടെ പകുതി ഹാഫ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും കെ ഈസ് ഈക്വൽ ടു r0 മൈനസ് r0/2 ദ ഹോൾ ഡിവൈഡഡ് ബൈ T12. r0/2നെയാണ് 1/2 r0 എന്ന് കിട്ടുന്നത്. ഓക്കെ, സോ കെ ഈസ് ഈക്വൽ ടു r0 മൈനസ് r0/2 ദ ഹോൾ ഡിവൈഡഡ് ബൈ T12. അത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ, സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി?
T half is equal to R0 concentration by 2K. This is the T half equation of zero order reaction. So T half കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. കഴിഞ്ഞ പ്രോബ്ലംസ് ധാരാളം വരുന്നൊരു ഭാഗമാണ്, ശ്രദ്ധിക്കണം. അപ്പോൾ T half എന്ന് പറഞ്ഞാൽ പകുതിയാവാൻ, R0യുടെ പകുതിയാവാൻ എത്ര സമയം വേണ്ടി വന്നു എന്നുള്ളതാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി T half is equal to R0 by 2K. This is for zero order reaction. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ നോക്കിയാൽ T half is equal to R0 by 2K എന്ന് പറഞ്ഞ ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. എന്താണ്? T half for a zero order reaction is directly proportional to the initial concentration. No doubt. Okay. പിന്നെയോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി റേറ്റ് കോൺസ്റ്റൻറ്റ്. റേറ്റ് കോൺസ്റ്റൻറ്റിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് T half. പിന്നെയോ ഇനീഷ്യൽ കോൺസെൻട്രേഷന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. സീറോ ഓർഡറിൻ്റെ കാര്യങ്ങൾ വ്യക്തമായില്ലേ? ഇതുപോലെ ഫസ്റ്റ് ഓർഡറിന് ചെയ്യാൻ പറ്റുമോ? ഒന്ന് എഴുതി നോക്കിയേ, സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കിയേ. ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ്റെ റേറ്റ് ലോ എക്സ്പ്രഷനിൽ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ എക്സ്പ്രഷൻ ഒന്ന് എടുത്ത് നോക്കിയേ. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എടുത്ത് നോക്കിയേ. K is equal to 2.03 by T log R0 by R എന്ന് പറയുന്ന അവിടെ തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അല്ലേ? K is equal to, അപ്പോൾ അതിൽ നിന്ന് KT is equal to എന്ന് വന്നു. KT is equal to നമ്മൾ നിർത്തിയത് അവിടെയായിരുന്നു, ഓർമ്മ ഉണ്ടാവും. KT is equal to 2.303 log R0 by R. അതിൽ T പുറത്തേക്ക് എടുത്തു. T is equal to 2.303 by K log R0 by R. ഓക്കെ, അതിൽ T എന്ന് പറയുന്നത് T half ആണെന്നിരിക്കട്ടെ. അപ്പോൾ R എന്ന് പറയുന്നത് എന്തായിരിക്കും? R0യുടെ പകുതി ആയിരിക്കൂലേ? അതായത് ഹാഫ് ടൈം കഴിഞ്ഞപ്പോൾ ഇപ്പോഴുള്ള കോൺസെൻട്രേഷൻ ഓഫ് R എന്തായിരിക്കും? R0യുടെ പകുതി ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇക്വേഷനിലേക്ക്. അപ്പോൾ ടിയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. T half is equal to 2.303 by K log R0 by 2. ഈ ആറിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ എന്ത് എഴുതണം? R0 by 2 എഴുതണം. അപ്പോൾ ഒന്നുകൂടി കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഈ R എന്ന് പറയുന്നത് T ആയിരുന്നപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് R എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് R തന്നെ. T0 ആയപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് R എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് R0 ആയി. T ഹാഫ് ആയപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് R എന്ന് പറയുന്നത് ഇപ്പം എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് R0 by 2 ആണ്. അത് ഓർത്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, റീഅറേഞ്ച് ചെയ്തു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇക്വേഷൻ വന്നു? R0 ക്യാൻസൽ ആയിപ്പോയി അല്ലേ? അപ്പോൾ T half is equal to 2.303 by K log 2. log 2ൻ്റെ വാല്യൂ എത്രയാണ്? 0.3010. മൾട്ടിപ്ലൈ ചെയ്തു. സോ വി ഗെറ്റ് വാട്ട്? T half is equal to 0.693 by K. T half is equal to 0.693 by K. ഇപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ T half കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതാണ് സീറോ ഓർഡറും ഫസ്റ്റ് ഓർഡറും തമ്മിലുള്ള ഈ ഹാഫ് ലൈഫ് പീരീഡിലുള്ള ഡിഫറൻസ്. അപ്പോൾ സീറോ ഓർഡറിൻ്റെ ഹാഫ് ലൈഫ് പീരീഡും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് തമ്മിലുള്ള ഡിഫറൻസ്, മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഈ ഹാഫ് ലൈഫ് പീരീഡ് ഇനീഷ്യൽ കോൺസെൻട്രേഷന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, യെസ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലായത്? ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ഭംഗിയായിട്ട് മനസ്സിലായി. സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ്? ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മളൊരു 3 പോയിന്റ്സ് എങ്കിലും നന്നായിട്ട് പഠിച്ചു വെക്കണം. പിന്നെ നമ്മൾ കണ്ടത് വളരെ നല്ല 2 ഡെറിവേഷൻസ് കണ്ടു അല്ലേ? വളരെ ഗംഭീരമായിട്ടുള്ള, ഇത് സാധാരണ എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സീറോ ഓർഡർ റിയാക്ഷൻ്റെയും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെയും ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ലോ എക്സ്പ്രഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ലോ എക്സ്പ്രഷനിൽ K is equal to എന്ന് പറയുന്ന ഒരു ടേമാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ നിന്ന് T is equal to എന്ന് മാറ്റി നമ്മൾ T ഹാഫിലേക്ക് എത്തുന്നു, ദാറ്റ് ഈസ് ഹാഫ് ലൈഫ് പീരീഡിലേക്ക് എത്തുന്നു. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ആ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഇത് വെറുതെ ഇപ്പം ഈ ഫോർമുലയിൽ നിന്ന് പ്രോബ്ലത്തിൽ ഡയറക്റ്റ് കയറാം, ഒരു കുഴപ്പമില്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഭംഗിയായിട്ട് ഈ പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. അതിന് ഇത് കൂടാതെ തന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു 6 ചാപ്റ്റേഴ്സ് ഒക്കെ ആവുന്ന സമയം നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു മേഖല വരും. ആ സമയത്ത് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഏതായാലും ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നറിയുന്നതിൽ വലിയ വലിയ സന്തോഷമുണ്ട്. അടുത്ത ക്ലാസ്സിനെ കാത്തിരിക്കുക. സ്പെഷ്യൽ ബോണ്ട് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വളരെ നന്നായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കെമിസ്ട്രിയുടെ വക്താക്കളായിട്ട് ഉയരട്ടെ, വളരട്ടെ. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു.